സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ആരാണ്, എന്താണ്, ഇനി എൻ്റെ ട്രാവൽ പ്ലാൻ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ഇൻഫർമേഷൻ ആയിട്ടാണ് കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അതിനുള്ളതല്ല. ജസ്റ്റ് ഇത് എൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ എൻ്റെ പേര് ബേസിൽ എന്നാണ്. എൻ്റെ സ്ഥലം പാലക്കാട് ജില്ലയിലാണ്. ഞാനപ്പോൾ ട്രാവൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ പ്ലസ് നേപ്പാളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഓൾ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു യൂണിയൻ ടെറിട്ടറി ആയ ആൻഡമാൻ നിക്കോബാറിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ അവിടെ ആദ്യം തന്നെ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ഒരു 6 മാസം ജോലി ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ബേസിലാണ് ഞാൻ ആൻഡമാൻ എന്നുള്ളൊരു സ്ഥലം ക്യാപ്ചർ ചെയ്യുക എന്നുള്ളൊരു ചിന്ത വന്നത് തന്നെ. കാരണം ഇന്നത്തെ വ്ളോഗർമാർ അധികം ആൻഡമാൻ നിക്കോബാർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു ഓൾമോസ്റ്റ് വിരലിൽ ഉണ്ടാകുന്ന ആൾക്കാർ മാത്രമാണ് ആൻഡമാനിലെ വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആൻഡമാനിലേക്ക് ആദ്യം പോകാൻ തീരുമാനിച്ചു. അവിടെ പോയാലും വേറെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ആ റൂൾസ് തികച്ചും വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടിൽ നിന്നിട്ടുള്ള റൂൾസ്. ഫുള്ള് വ്യത്യാസം ഉണ്ടാവും. അവിടെ കുറേ നിബന്ധനകളുണ്ട് ആ സ്ഥലത്ത്. അതായത് നമ്മുടെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു സ്ഥലത്ത് പോയി ടെൻ്റ് അടിച്ച് കിടക്കുക എന്ന് പറയുന്നതൊന്നും പോസിബിൾ അല്ലാത്ത കാര്യങ്ങളാണ്. അതിനൊക്കെ നമുക്ക് ഒരുപാട് പെർമിഷൻസ് വേണം. പിന്നെ അലൗഡ് അല്ല, അതാണ് മെയിൻ. ആൻഡമാനിൽ കുറേ സ്ഥലത്ത് പെർമിഷൻ ഇല്ലാതെ പോകാൻ പോലും പറ്റില്ല. അവിടെ കുറേ കാസ്റ്റുകളുണ്ട്. അതായത് കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി. അവർ പല ടൈപ്പുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത കുറേ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ. അപ്പോൾ അവിടുത്തെ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പെർമിഷൻ ഉണ്ടാവില്ല. പിന്നെ അവിടെ പോയി നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ നിബന്ധനകളുള്ള സ്ഥലത്താണ് നമ്മൾ പോണത്. എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്ഥലങ്ങളും ഞാൻ ഈ പോകുന്ന വഴിയിൽ കവർ ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ, ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് ദുരന്തം കഴിഞ്ഞ് നിങ്ങൾക്കറിയാം, നമ്മുടെ അഹമ്മദാബാദ് വെച്ചുണ്ടായ ഒരു പ്രശ്നം. അതിൽ കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്ലൈറ്റിൽ എപ്പോഴും അങ്ങനെ ഉണ്ടാവും എന്നും നമ്മൾ കരുതരുത്. കാരണം അതൊക്കെ റയർ കേസസ് ആണ്. അപ്പോൾ ഇങ്ങനെ നടന്നേക്കുന്നത് ഇന്നവരെ അത്രയും വലിയ ക്രാഷസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഇത്തിരി വലിയ ആഘാതം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് മരിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റാണ് ലാൻഡിനെക്കാട്ടിയും സേഫസ്റ്റ് മോഡ് എന്നാണ് ശരിക്കും പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഞാൻ പോണത് ഫ്ലൈറ്റിലായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് ആർക്കെങ്കിലും വീഡിയോ കാണുന്നവർക്ക് ഫ്ലൈറ്റ് സ്വന്തമായി ബുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. സിമ്പിളാണ്. നമുക്കൊക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണേക്കാട്ടി ഈസി ആയിട്ടാണ് നമുക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്ര സിമ്പിളാണ് നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ സമയത്തും ഓരോ പ്രൈസ് ചേഞ്ച് ആയിരിക്കും. ഒരു സമയത്ത് ചിലപ്പോൾ നമ്മൾ ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഒരു 8000 രൂപയുടെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അതിന് 15,000 രൂപയാവും. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പ്രൈസസ് വാരി ചെയ്യണത് ചിലപ്പോൾ മണിക്കൂറുകൾ, ചിലപ്പോൾ മിനിറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയും പോകുന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് എപ്പോഴാണോ ആ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് അപ്പം തന്നെ പർച്ചേസ് ചെയ്യാൻ മാക്സിമം നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് നെക്സ്റ്റ് ഡേ കിട്ടിയെന്ന് വരില്ല. പിന്നെ ആൻഡമാനിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് മാക്സിമം ഒരു 6 തൊട്ട് ഒരു 10 അതിൻ്റെ ഉള്ളിൽ നിൽക്കും. കൊച്ചിയിൽ നിന്ന് ഒരിക്കലും ഡയറക്റ്റ് ഫ്ലൈറ്റ് ആൻഡമാനിലേക്ക് ഉണ്ടാവില്ല. ഫുള്ള് കണക്ഷൻ ആയിരിക്കും. ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ടാണ് അവിടെ നിന്ന് പോവുകയുള്ളൂ. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കേരളത്തിൽ നിന്ന് ഇല്ല. പിന്നെ ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പോണവർക്കൊക്കെ ആണെങ്കിൽ ഒരു 5,000 രൂപ, ചിലപ്പോൾ 4,000 ചില്ലറ സംതിങ് രൂപയ്ക്കൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷേ അത് ബാംഗ്ലൂർ ചെല്ലണം. നമ്മൾ മലയാളികളായിട്ടുള്ളവർ മാക്സിമം കൊച്ചി അല്ലെങ്കിൽ മലപ്പുറം അങ്ങനെ നമ്മുടെ ഏത് സ്ഥലത്താണോ നമുക്ക് ഫ്ലൈറ്റ് അവൈലബിൾ അത് നോക്കി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയും. കാരണം നമ്മൾ ബാംഗ്ലൂരോടെ എത്തി അവിടെ നിന്ന് എയർപോർട്ടിൽ ചെന്ന് പിന്നെ കയറി പോകണമെങ്കിൽ ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എപ്പോഴും പോണത് നമ്മുടെ സ്ഥലത്ത് നിന്ന് പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ലേ ഓവറൊക്കെ നല്ല രീതിയിൽ കിട്ടും. എനിക്ക് തന്നെ പോകുന്നതിന് 10-10.5 മണിക്കൂർ ലേ ഔട്ട് ഉണ്ട്. എനിക്ക് പകുതി ദിവസം ലേ ഓവറിൽ തന്നെ ഞാൻ പെട്ട് കിടക്കും. അപ്പോൾ ലേ ഓവർ നമുക്കൊരു വിഷയമല്ലെങ്കിൽ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കവിടെ കുറച്ച് ലോക്കൽസ് എനിക്ക് പരിചയമുണ്ട്. ഞാനവിടെ ജോലി ചെയ്ത സമയത്ത് അവിടെയുള്ള കുറച്ച് ലോക്കൽസായ പിള്ളേർ, ബംഗാളികളാണ് മെയിനായിട്ടുള്ളത്. ഏകദേശം ഒരു 90% ബംഗാളീസാണ് അവിടെ ഉള്ളത്. അതിൽ മലയാളീസ് റയറാണ്, എന്നാലും ഉണ്ട്. മലയാളീസ് കമ്മ്യൂണിറ്റി ഉണ്ട്. തമിഴും ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ബംഗാളീസാണ്. അപ്പോൾ അവരുടെ ഭാഷ മെയിനായിട്ട് വരുന്നത് ഹിന്ദി ആയിരിക്കും. ഹിന്ദിയും ഇംഗ്ലീഷും ഉണ്ടെങ്കിൽ നമുക്ക് ആൻഡമാനിൽ സുഖമായിട്ട് പിടിച്ചു നിൽക്കാം. പിന്നെ ഓരോ സ്ഥലങ്ങൾ നല്ല 360 ഡിഗ്രിയിൽ കടലുള്ള ഒരു സ്ഥലം. അധികം ലെങ്ത് ഇല്ല. ആകെ 576 ഐലൻഡിൽ 37 ഐലൻഡിൽ മാത്രമാണ് പ്രവേശനമുള്ളൂ.
ഞാൻ തന്നെ പോണത് ഒരു ഐലൻഡിലായിരിക്കും പോകുന്നത്. കാരണം വേറൊരു ഐലൻഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെറി എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. ഫെറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ക്രൂയിസ് പോലത്തെ ചെറിയ ഷിപ്പുകൾ, അതിന് ഏകദേശം 1600 രൂപ വരെ ഫെയർ വരാൻ. അത് വൺ സൈഡ് ആയിരിക്കും. തിരിച്ച് തന്നെ വരണമെങ്കിൽ 3200 രൂപയായി. അപ്പോൾ ആലോചിക്കാം, ഒരു സ്ഥലത്ത് പോയിട്ട് വരണമെങ്കിൽ 3200 രൂപ. അപ്പോൾ അത് അത്രയും പോസിബിൾ അല്ല. കാരണം നല്ലൊരു എമൗണ്ട് ഇറക്കി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് അങ്ങനത്തെ പോയിട്ട് ക്യാപ്ചർ ചെയ്യാനുള്ളത്. അതിനാണ് ആൾക്കാർ ടൂറിസ്റ്റ് പാക്കേജൊക്കെ എടുക്കുന്നത്. ഇവിടെ ഏകദേശം ഞാൻ നോക്കിയിട്ട് 45,000 35,000 റേഞ്ചിലൊക്കെ ടൂറിസ്റ്റ് പാക്കേജ് 4 ദിവസം 5 ദിവസം ആൻഡമാനിൽ പാക്കേജൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ സ്വന്തമായിട്ട് ഇതേപോലെ പോയിട്ട് വരാൻ, ഇപ്പം ഞാൻ തന്നെ പോയിട്ട് മാക്സിമം തിരിച്ചു വരാൻ എൻ്റെ ബഡ്ജറ്റ് പോലും 15,000 അല്ലെങ്കിൽ 20,000 താഴെയാണ് ഞാൻ തന്നെ നോക്കുന്നത്. അത് മാക്സിമം 2 മാസം പിടിച്ചു നിൽക്കാനാണ് നോക്കുക. അവിടുത്തെ കാലാവസ്ഥ ഇപ്പം മൺസൂൺ സീസണാണ്, പക്ഷേ ഇന്ന കാലാവസ്ഥ എന്ന് ഒരിക്കലും ആൻഡമാനിൽ പറയുന്നില്ല. അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പെട്ടെന്ന് മാറാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് കടൽ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മഴ വരും, എപ്പോൾ വേണമെങ്കിലും വെയിൽ വരും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പെട്ടെന്ന് തന്നെ ചുഴലിക്കാറ്റൊക്കെ വരും. അപ്പോൾ ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. പിന്നെ കഴിഞ്ഞ ഈ നൂറ്റാണ്ടിൽ തന്നെയാണ് സുനാമി വന്നതും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും അത്രയും ഫേവറബിൾ അല്ല. അതിനകത്ത് നമുക്ക് എല്ലാ അതിനകത്ത് കുറേ ബീച്ചസ് ആണല്ലോ, ബീച്ചസിൻ്റെ എണ്ണമില്ല. പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് വാട്ടർ ഉള്ളത് ആൻഡമാനിലാണ്, സീ വാട്ടർ ഉള്ളത്. അതായത് ഹാവ്ലോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സീ വാട്ടർ ഉള്ളത്. ഇനിയുള്ള യാത്രകൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അറിയില്ല എന്താണ് മുമ്പിലുണ്ടാവുക, എത്ര നാൾ യാത്ര ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ റിസ്ക് എടുത്തിട്ട് തന്നെ പോണത്. കുറേ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഞാൻ പോണതിൽ തന്നെ കുറേ പൈസയുടെ പ്രശ്നങ്ങളുണ്ട് പോകുന്നതിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ ചാനൽ ഇന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.